നിലമ്പൂരിലെ വെൽഫെയർ പാർട്ടി PDP പിന്തുണയിൽ LDF UDF വാഗ്വാദം. UDF വർഗീയ മുന്നണിയായി മാറിയെന്ന് MV ഗോവിന്ദൻ. PDP വർഗീയ കക്ഷിയല്ല എന്നും വിശദീകരണം. ഒരു വർഗീയ ശക്തിയാണ് ലോകത്തെ. ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നുള്ളല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. PDP പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. CPM-ന് ഇരട്ടത്താപ്പെന്ന് VD സതീശൻ. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയെ. പിണറായി വിജയൻ പറഞ്ഞാണ്, രണ്ട് മുന്നണികളും വർഗീയ കാർഡിറക്കുന്നുവെന്ന് BJP. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ തീ അണയ്ക്കാനായില്ല. ദൌത്യം തുടർന്ന് കോസ്റ്റ് ഗാർഡും നേവിയും. കാണാതായ 4 പേർക്കായി തെരച്ചിൽ. പരിക്കേറ്റ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരം. ഭാരതാംബ ചിത്രത്തിൽ വെട്ടിലായി CPI. സമ്മേളന പോസ്റ്ററിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയും. പാർട്ടി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പോസ്റ്റർ അല്ല എന്ന് വിശദീകരണം. വിവാദമായതോടെ പോസ്റ്റർ പിൻവലിച്ചു. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടാം. ലഹരി വ്യാപനത്തിനെതിരെ ന്യൂസ് 18 കേരളം ക്യാമ്പയിൻ. AD 2025 ആന്റി ഡ്രഗ് ക്യാമ്പയിന് കൊച്ചിയിൽ തുടക്കം. നടത്തുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ ഒരു വൈബ്രന്റ് ക്യാമ്പയിൻ AD 2025 എന്ന രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസുമായി ചേർന്ന് നടത്തുന്ന ഈ ഇനിഷ്യേറ്റീവിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ആസ് സോഷ്യൽ ബീയിങ്സ് നമ്മളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്